നമസ്കാരം. സൗമ്യയുടെ ഘാതകൻ മലയാളികളുടെ മനസ്സിൽ ഭയം വിതച്ച ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നു. അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ട നമ്മുടെ ജയിലിൽ നിന്ന് ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചത്? ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനോ അതോ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ സംഭവിച്ച ഒത്തുകളിയാണോ ഇത്? നമുക്ക് നോക്കാം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്ത് പറ്റി? ഈ ചോദ്യം ഇപ്പോൾ കേരളം മുഴുവൻ ചോദിക്കുകയാണ്. സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമി ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ച ആളാണ്. എന്നിട്ടും ഇയാൾക്ക് എത്ര എളുപ്പത്തിൽ ജയിൽ ചാടാൻ കഴിഞ്ഞുവെങ്കിൽ എവിടെയാണ് നമ്മുടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചത്? ഈ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും ഒഴിഞ്ഞു മാറാനാകുമോ? ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞത് ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ ഏകദേശം 20 ദിവസത്തെ ആസൂത്രണം വേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. 20 ദിവസം ഒരു ജയിലിനുള്ളിൽ ഒരു കുറ്റവാളിക്ക് ഇത്രയും വലിയ ഗൂഢാലോചന നടത്താൻ എങ്ങനെയാണ് സമയം ലഭിച്ചത്? ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽ ഇതൊന്നും വന്നില്ലേ? മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പരാജയമാണിത്. ഗോവിന്ദച്ചാമിയെ പിടികൂടുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ചെറിയ ആയുധങ്ങൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. ഈ ആയുധങ്ങൾ ജയിലിനകത്ത് എങ്ങനെ എത്തി? ജയിൽ ജീവനക്കാർക്ക് ഇതിൽ പങ്കില്ലാതെ ഇത് സംഭവിക്കുമോ? ദിവസങ്ങളോളം ഇരുമ്പ് കമ്പി അറുത്തതിന്റെ ശബ്ദം ആരും കേട്ടില്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ടത് പിണറായി സർക്കാരാണ്. കാരണം ഈ അനാസ്ഥയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ഒത്തുകളികൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗോവിന്ദച്ചാമി ജയിലിനുള്ളിൽ അസാധാരണമായി പെരുമാറിയിരുന്നു. മാനസിക പ്രശ്നങ്ങളാണെന്ന് ജയിലധികാരികളെ വിശ്വസിപ്പിക്കാനായിരുന്നു ഈ നാടകം നടത്തിയത്. അധികൃതർ ഇത് വിശ്വസിക്കുകയും അയാളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തു. ഇതൊരു വ്യക്തമായ വീഴ്ചയല്ലേ? ഒരു കൊടും കുറ്റവാളി അഭിനയിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര ദുർബലമാണോ നമ്മുടെ ജയിൽ സംവിധാനം? ഇത്രയും ലളിതമായ ഒരു തന്ത്രത്തിൽ അവർ വീണുവെങ്കിൽ നമ്മുടെ അധികാരികൾക്ക് എത്രത്തോളം കാര്യക്ഷമതയുണ്ട്? ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് പുലർച്ചെ 1:15-നാണ്. എന്നാൽ ജയിൽ അധികൃതർ പോലീസിന് വിവരം അറിയിക്കുന്നത് രാവിലെ 7:10-നാണ്. ഏകദേശം 6 മണിക്കൂറോളം വൈകിയാണ് ഈ വിവരം പുറത്തറിയുന്നത്. ഈ 6 മണിക്കൂർ കൊണ്ട് ഗോവിന്ദച്ചാമിക്ക് കേരളം വിട്ടു പോകാൻ പോലും കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം അനാസ്ഥ കാണിച്ചത്? ഇത് മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാനായി 6 മണിക്കൂർ അധികം സമയം നൽകിയത് എന്ത് ഉത്തരവാദിത്തത്തിന്റെ പേരിലാണ്? ഈ കാലതാമസം ഗൗരവകരമായ ദുരൂഹതകളാണ് ഉയർത്തുന്നത്. ഇത് സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കനത്ത അനാസ്ഥയായി തന്നെ കണക്കാക്കണം. ഇനിയും ചോദ്യങ്ങൾ ബാക്കിയാണ്. കാരണം ഇങ്ങനെയുള്ള കുറ്റവാളികളെ തീറ്റിപ്പോറ്റി സംരക്ഷിക്കാൻ ഖജനാവിലെ പണം എന്തിനാണ് ചെലവഴിക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിൽ നിന്ന് ഒരു കുറ്റവാളി രക്ഷപ്പെടുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷാ സംവിധാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഈ സംഭവം നമ്മുടെ നിയമ സംവിധാനങ്ങളോടും സുരക്ഷാ സംവിധാനങ്ങളോടും ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ തുടരുന്ന ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവയ്ക്കുക. ഇതിനു പിന്നിൽ കാണാമറയത്തുള്ള എന്തെങ്കിലും ശക്തികളുണ്ടോ? സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അനാസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമന്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങളും നിരീക്ഷണങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.